ഇനി നമുക്ക് ഒരു ഗാലനോമീറ്ററിനെ എങ്ങനെ വോൾട്ട് മീറ്റർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം. അമ്മീറ്റർ ആക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? വളരെ ചെറിയ വാല്യൂ ഉള്ള ഒരു റെസിസ്റ്ററിനെ എടുത്ത് ആ റെസിസ്റ്ററിന് നമ്മൾ ഷണ്ട് റെസിസ്റ്റൻസ് എന്ന് വിളിച്ച് ആ റെസിസ്റ്ററിനെ ഒരു ഗാലനോമീറ്ററിന് പാരലായിട്ട് കണക്ട് ചെയ്തു. ഇനി വോൾട്ട് മീറ്റർ ആക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂസ് അമ്മീറ്ററിൻ്റെയും വോൾട്ട് മീറ്ററിൻ്റെയും ഗാലനോമീറ്ററിൻ്റെയും ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂസ് നമുക്കൊന്ന് ഓർത്തെടുക്കാം. നേരത്തെ പറഞ്ഞതാണ്, വോൾട്ട് മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് വളരെ വലുതാണ്, അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് വളരെ ചെറുതുമാണ്. ഗാലനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ഇതിന് രണ്ടിൻ്റെയും ഇടയിലാണ്. അതുകൊണ്ടാണ് ഗാലനോമീറ്ററിനെ അമ്മീറ്റർ ആക്കി മാറ്റാൻ നമ്മൾ ഗാലനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് കുറച്ചത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഗാലനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസിനെ നമ്മൾ കൂട്ടണം. എങ്കിൽ മാത്രമാണ് ഗാലനോമീറ്ററിനെ എന്തായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ? ഒരു വോൾട്ട് മീറ്റർ ആക്കിയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഗാലനോമീറ്ററിനെ നമുക്ക് പ്രത്യക്ഷ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അതായത് ഗാലനോമീറ്ററിനെ അഴിക്കാനോ അതിൻ്റെ ഘടനയിൽ ഒരു മാറ്റം വരുത്താനോ ഒന്നും സാധിക്കുകയില്ല. എന്ത് ചെയ്യണം? ഗാലനോമീറ്ററിനെ തൊടാതെ തന്നെ അതിൻ്റെ റെസിസ്റ്റൻസ് എങ്ങനെ കൂട്ടാം, അതാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ കയ്യിലുള്ള ഒരു ഗാലനോമീറ്ററിനെ വോൾട്ട് മീറ്റർ ആക്കി മാറ്റണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഒരു വലിയ വാല്യൂ ഉള്ള റെസിസ്റ്ററിനെ എടുത്ത് ഗാലനോമീറ്ററിന് സീരീസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? ഗാലനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് നമ്മുടെ കയ്യിലുള്ള വോൾട്ട് മീറ്റർ അല്ലെങ്കിൽ വോൾട്ട് മീറ്ററിൻ്റെ റെസിസ്റ്റൻസിനേക്കാളും വളരെയധികം കുറവാണ്. എന്നാൽ അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസിനേക്കാളും കൂടുതലുമാണ്. ഗാലനോമീറ്ററിനെ വോൾട്ട് മീറ്റർ ആക്കി മാറ്റണമെങ്കിൽ ഗാലനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് കൂട്ടണം. അതിനുവേണ്ടി വളരെ വലിയ വാല്യൂ ഉള്ള ഒരു റെസിസ്റ്ററിനെ ഞാൻ ഗാലനോമീറ്ററിന് സീരീസ് ആയിട്ട് കൊടുക്കുന്നു. എന്ത് സംഭവിക്കും? ആ സിസ്റ്റത്തിൻ്റെ ഗാലനോമീറ്റർ പ്ലസ് ഹൈ റേഞ്ച് റെസിസ്റ്റർ, ഈ ഒരു സിസ്റ്റത്തിൻ്റെ റെസിസ്റ്റൻസ് വളരെയധികം വലുതായിരിക്കും. അതായത് നമ്മുടെ കയ്യിലുള്ള ഗാലനോമീറ്റർ പ്ലസ് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഹൈ വാല്യൂ ഉള്ള റെസിസ്റ്റർ, ഇത് രണ്ടും കൂടിയ ഈ സിസ്റ്റത്തിൻ്റെ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. ഗാലനോമീറ്ററിനെ തൊടാതെ തന്നെ ഞാൻ എന്ത് ചെയ്തു? ഈ ഒരു സിസ്റ്റത്തിൻ്റെ റെസിസ്റ്റൻസ് കൂട്ടിയെടുത്തു. അങ്ങനെയെങ്കിൽ റെസിസ്റ്റൻസ് കൂട്ടിയെടുത്ത ആ ഗാലനോമീറ്ററിനെ നമുക്ക് എന്തായിട്ട് വിളിക്കാം? കൺവേർട്ടഡ് വോൾട്ട് മീറ്റർ എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. എനിക്ക് ഒരുപക്ഷെ നിങ്ങൾ ലബോറട്ടറിയിൽ പോകുമ്പോൾ ഗാലനോമീറ്ററിൻ്റെ ഉള്ളിൽ ഒരു റെസിസ്റ്ററോ അതല്ലെങ്കിൽ സീരീസ് ആയിട്ടോ പാരലായിട്ടൊന്നും ഒരുപക്ഷെ കാണാൻ സാധിക്കില്ല. നമ്മുടെ കയ്യിലുള്ള ഗാലനോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഒരുപക്ഷെ നമുക്കത് തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു അമ്മീറ്റർ എടുത്തിട്ടോ അതല്ലെങ്കിൽ ഒരു വോൾട്ട് മീറ്റർ എടുത്തിട്ട് നിങ്ങളൊന്ന് തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ചില ഡിവൈസുകളിൽ അപ്പം അമ്മീറ്റർ ആണെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? ഗാലനോമീറ്ററിന് പാരലായിട്ടൊരു റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരുപക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല, ഫുള്ള് സീൽഡ് ആയത് കാരണം. ഓക്കെ, ഒരു വോൾട്ട് മീറ്റർ ആണെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? ശരിക്കും അതൊരു ഗാലനോമീറ്റർ ആയിരിക്കും, അതിന് ഒരു സീരീസ് ആയിട്ടൊരു റെസിസ്റ്റർ അതിൻ്റെ ഉള്ളിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. നമുക്കത് കാണാൻ പറ്റില്ല, കാരണം അത് സീൽഡ് ആണ്. അതിന് ശേഷമാണ് നമ്മളതിനെ എന്ത് വിളിക്കുന്നത്? അമ്മീറ്റർ എന്ന് വിളിക്കുന്നത്. അതിന് ശേഷമാണ് നമ്മളതിനെ വോൾട്ട് മീറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഗാലനോമീറ്ററിന് സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്യുക. വളരെ വലിയ വാല്യൂ ഉള്ള ഒരു റെസിസ്റ്റർ വേണം കണക്ട് ചെയ്യാനായിട്ട്. എന്നാലാണ് ആ സിസ്റ്റത്തിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ആ സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് കൺവേർട്ടഡ് വോൾട്ട് മീറ്റർ. ഇനി നമ്മുടെ പഴയ ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. എത്രത്തോളം റെസിസ്റ്റൻസ് ഒരു ഗാലനോമീറ്ററിന് സീരീസ് ആയിട്ട് കൊടുത്താലാണ് ആ ഗാലനോമീറ്ററിനെ നമുക്ക് വോൾട്ട് മീറ്റർ ആക്കി മാറ്റാൻ സാധിക്കുക? അതായത് ആറിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യുക. IG എന്ന് പറയുന്ന കറണ്ടാണ് ഗാലനോമീറ്ററിൻ്റെ ഉള്ളിൽ കൂടി കടന്നു പോകുന്നത്. ഗാലനോമീറ്ററിന് സീരീസ് ആയിട്ടാണ് ഹൈ റേഞ്ചുള്ള റെസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ റെസിസ്റ്ററിൽ കൂടി പോകുന്ന കറൻറ്റും എത്ര തന്നെയായിരിക്കും? IG തന്നെയായിരിക്കും. കാരണം രണ്ടുപേരും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആ സിസ്റ്റത്തിൻ്റെ പുറത്തേക്ക് പോകുന്ന കറൻറ്റും IG തന്നെയായിരിക്കും. സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് IG വരുന്നു, ഗാലനോമീറ്ററിൻ്റെ ഉള്ളിൽ കൂടിയും റെസിസ്റ്ററിൻ്റെ ഉള്ളിൽ കൂടിയും ഒരേ കറണ്ട് തന്നെ പാസ് ചെയ്യുന്നു. സിസ്റ്റത്തിൻ്റെ പുറത്തേക്കും IG തന്നെ പോകുന്നു. ഗാലനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ആണ് RG. നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന വളരെയധികം ഹൈ വാല്യൂ ഉള്ള റെസിസ്റ്ററിൻ്റെ വാല്യൂ ആണ് ക്യാപിറ്റൽ R.
ജിയിൽ കൂടെയും ആറിൽ കൂടെയും പോകുന്ന കറണ്ട് സെയിം തന്നെയാണ്. ഇനി ഈ ഒരു സിസ്റ്റത്തിൻ്റെ കൺവേർട്ടഡ് വോൾട്ട് മീറ്ററിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ്? 2 റെസിസ്റ്ററുകൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് RT is equal to RG, റെസിസ്റ്റൻസ് ഓഫ് ദി ഗാലനോമീറ്റർ പ്ലസ് ക്യാപിറ്റൽ R, റെസിസ്റ്റൻസ് ഓഫ് ദി ഹയർ ഓർഡർ റെസിസ്റ്റർ. ഓക്കെ, ടോട്ടൽ റെസിസ്റ്റൻസ് RT is equal to RG പ്ലസ് R. ഇനി നമ്മുടെ ഓംസ് ലോ അനുസരിച്ച് കറണ്ട് എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ആണ്. IG എന്ന് പറയുന്ന കറണ്ടാണ് ഈ സർക്യൂട്ടിൽ കൂടി പോകുന്നത്, ഈക്വൽ ടു V, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, ഡിവൈഡഡ് ബൈ RT. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അങ്ങനെ തന്നെ ഇട്ടിരിക്കുന്നു, RT. ടോട്ടൽ റെസിസ്റ്റൻസിന് പകരം എന്ത് കൊടുക്കാം? RG പ്ലസ് ക്യാപിറ്റൽ R കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്ക് RG പ്ലസ് R, അതായത് RG പ്ലസ് Rനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോവുക, IG എന്ന് പറയുന്ന ടൈമിന് Vയുടെ കീഴിലേക്കും കൊണ്ടുപോവുക. RG പ്ലസ് ക്യാപിറ്റൽ R ഇസ് ഈക്വൽ ടു V ഡിവൈഡഡ് ബൈ IG. അതിൽ RG എന്ന് പറയുന്നത് ഗാലനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ആണ്, ക്യാപിറ്റൽ R എന്ന് പറയുന്നത് നമ്മൾ കണക്ട് ചെയ്യേണ്ട റെസിസ്റ്റൻസ് ആണ്, V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. 0 to 3 വോൾട്ട് ആണോ, 0 to 1.5 വോൾട്ട് ആണോ, 0 to 10 വോൾട്ട് ആണോ, ആ റേഞ്ചാണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. IG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗാലനോമീറ്ററിൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന കറൻറ്റുമാണ്. നമ്മുടെ ആവശ്യം എന്താണ്? എത്രത്തോളം റെസിസ്റ്റൻസ് നമ്മളവിടെ കണക്ട് ചെയ്യണം? ക്യാപിറ്റൽ ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കലാണ് നമ്മുടെ ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ RGയെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ മതി. ദെൻ ക്യാപിറ്റൽ R ഇസ് ഈക്വൽ ടു V ഡിവൈഡഡ് ബൈ IG മൈനസ് RG. അതായത് R എന്ന് പറയുന്ന റെസിസ്റ്റൻസ് നമ്മൾ ഒരു ഗാലനോമീറ്ററുമായി സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗാലനോമീറ്ററിനെ നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം? ഒരു വോൾട്ട് മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇനി എത്രത്തോളം റെസിസ്റ്റൻസ് കൊടുക്കണം? ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് ക്യാപിറ്റൽ R, വിച്ച് ഈസ് ഈക്വൽ ടു V ബൈ IG മൈനസ് RG. അങ്ങനെ ഇത്തരത്തിൽ നമുക്ക് ഒരു ഗാലനോമീറ്ററിനെ വോൾട്ട് മീറ്ററാക്കി മാറ്റിയെടുക്കാനായി സാധിക്കും.